ഹലോ, വെൽക്കം ബാക്ക് ടു മൈ സെറീൻ സ്പേസ്. എല്ലാവർക്കും നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വ്ളോഗിൽ ഞാനും സിസ്റ്ററും കൂടെ, അതായത് എൻ്റെ അനിയത്തിയാണ് ഗീതു, ആളും കൂടെ പുറത്ത് ബ്രോഡ്വേയിലും പിന്നെ കോൺവേ ജംഗ്ഷനിലും ഒക്കെ ഇങ്ങനെ കുറേ കറങ്ങി നടക്കുന്ന വീഡിയോ ആയിരുന്നു കണ്ടത്. അപ്പോൾ ബ്രോഡ്വേയിലായിരുന്നു ലാസ്റ്റ് വീഡിയോ. ഇത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം. പിന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ മുടങ്ങാതെ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ട് പോകുമ്പോൾ ചിലപ്പോൾ മിസ്സായി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബ്രോഡ്വേ ഒക്കെ കറക്കം കഴിഞ്ഞിട്ട് നേരെ ഗുഡ് വില്ലേക്ക് വന്നേക്കാട്ടോ, കോൺവെൻറ്റ് ജംഗ്ഷനിൽ. അപ്പോൾ ബ്രോഡ്വേന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. കാരണം കയ്യിൽ കുറച്ച് കവറുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നടപ്പില്ലെങ്കിലും നമ്മൾ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെ ഒരു മാരേജ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് ഒരു സൽവാർ എടുക്കാനാണല്ലോ ഞങ്ങൾ ബ്രോഡ്വേയിൽ അല്ല, കോൺവെൻറ്റ് ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം ആദ്യം കയറിയത്. അപ്പോൾ ആ സൽവാർ ഞാൻ കാണിച്ചില്ല. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ അതിന് മാച്ചായിട്ട് ഒരു കമ്മൽ ആൾക്ക് എടുക്കണം, പിന്നെ എനിക്കൊരു കമ്മൽ എടുക്കണം. അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളായിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ഞാനിവിടെ വരുമ്പോൾ കോൺവെൻറ്റ് ജംഗ്ഷനിൽ വന്ന് ഗുഡ് വില്ലോ ഉർവശിയിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കയറിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു മനസ്സമാധാനക്കേടാണ്. പക്ഷേ ഞാനിവിടെ കയറി കഴിഞ്ഞാൽ ഓവറായിട്ട് ഷോപ്പ് ചെയ്യുമോ അങ്ങനെയൊന്നുമില്ല. പണ്ട് മുതലേ വരുന്ന കടകളായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളാണ് ഇവിടുന്ന് ഷോപ്പ് ചെയ്യാനായിട്ട്. കമ്പാരിറ്റീവ്ലി ചെന്നൈ നോക്കുമ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിളുമാണ്. റേറ്റും അത്യാവശ്യം നല്ലൊരു റേറ്റാണ്. ഇവിടെ ഭയങ്കര റേറ്റാണെന്ന് എല്ലാവരും പറയുമെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന റേറ്റിലുള്ള സാധനങ്ങൾ എനിക്കിവിടെ കിട്ടാറുണ്ട്. ഇവിടെ ഒരുപാട് റേറ്റിലുള്ള സാധനങ്ങളും വളരെ കുറവുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ റേറ്റ് എന്താണോ അതനുസരിച്ചിട്ട് ഞാൻ നോക്കി സെലക്ട് ചെയ്ത് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ കമ്മലെടുത്തു. പിന്നെ അനീത്തിയുടെ കമ്മലാണ് നേരത്തെ ഞാൻ ഇട്ട് കാണിച്ചത്. അതാണ് ആ സൽവാറിന് മാച്ച് ചെയ്ത് ഒരു ബ്ലൂ ഉണ്ട്. അപ്പോൾ കാര്യമായിട്ട് ഭയങ്കര മാച്ചിങ് അങ്ങനെ നോക്കുന്നില്ല. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കമ്മൽ, ഭയങ്കര റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ തന്നെയാണ് ആൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്തത്. പിന്നെ ഈ കുഞ്ഞു കമ്മലെന്ന് പറഞ്ഞാൽ ആൾക്ക് ഓഫീസിൽ ഡെയിലി വെയറായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന കുഞ്ഞ് സ്റ്റഡൊക്കെ നോക്കിയതാണ്. അപ്പോൾ നമുക്ക് ഓഫീസിൽ പോകുമ്പോൾ എപ്പോഴും സിമ്പിളായിട്ടാണല്ലോ നല്ലത്. ആൾക്കാണെങ്കിൽ കുഞ്ഞു കമ്മലുകളാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഞാൻ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. എനിക്ക് എപ്പോഴും കുറച്ചും കൂടെ വലിയ കമ്മലുകളാണ് ഇഷ്ടം. അപ്പോൾ ഗുഡ് വില്ല് നമ്മുടെ കോൺവെൻറ്റ് ജംഗ്ഷനിൽ അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് കേട്ടോ. ഈ ഒറ്റ ഫ്ലോറാണിത്. വേറെ ഫ്ലോറിലേക്കൊന്നും നമുക്ക് പോയി ബുദ്ധിമുട്ടുണ്ട്. ഒറ്റ ഫ്ലോറിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഭയങ്കര ഒരു സുഖമാണ് ഷോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യാറുണ്ട്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. എത്ര ആളുകൾ വന്നാലും അക്കോമഡേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ പൊട്ടുകൾ മിക്കവാറും ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. വേറെ കടകളൊന്നും എനിക്ക് ചെന്നൈയിൽ അറിഞ്ഞുകൂടാ കേട്ടോ. ഇത്രയും കളക്ഷൻസ് ഉള്ളത്. ഇത് റെഡും ബ്ലാക്കുമാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ അത്യാവശ്യം കുറച്ച് ഇതുപോലത്തെ ഡിസൈൻസ് ഉള്ളതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സൊക്കെ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ സാധാരണ വട്ടത്തിലുള്ള കുഞ്ഞു പൊട്ടുകൾ അത് പിന്നെ എല്ലാ കടകളിലും കിട്ടും. ഇത് ഞങ്ങൾ ബില്ലിംഗ് കൗണ്ടറിൽ വന്നപ്പം ഈ ബോക്സുകളിലൊക്കെ ഇങ്ങനെ പൂവ് ഇരിക്കുന്ന കണ്ടു. ആദ്യം കാണിച്ച പൂവുണ്ടല്ലോ, അത് ശരിക്കും ഒറിജിനലാണെന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ. അതുപോലെയാണ്. ഈ മുല്ലമൊട്ട് അത്രയും പോരാ. പക്ഷേ നമുക്ക് ഇങ്ങനെ മുല്ലപ്പൂ ഒന്നും കിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ മുല്ലപ്പൂ നമുക്ക് എപ്പോഴും വാങ്ങിക്കാൻ പറ്റില്ലെങ്കിലോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. മറ്റേതാണെങ്കിലും ആ ഒരു പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതാണെങ്കിലും നമുക്ക് ഇങ്ങനെ മുടി കെട്ടിയിട്ട് സെറ്റ് മുണ്ടിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു, സാധനവും കിട്ടി, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കവറെല്ലാം ഫ്രണ്ടിൽ കൊടുത്തിട്ട് ടോക്കൺ തന്നിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ്. അപ്പം നമ്മളൊരു ഊബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഗീതവും കൂടി ഇങ്ങനെ കുറേ വർത്തമാനവും പറഞ്ഞ് അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഏകദേശം സന്ധ്യയായി തുടങ്ങി കേട്ടോ. ഇതമ്മ ഞങ്ങളും കുറേ കവറുകളും അല്ലേ എന്തോരം കവറുകളാണ്.
പിന്നെ ഓട്ടോ വരാൻ വൈകിയപ്പം അതിൻ്റെ സൈഡിലുള്ള ചെറിയ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്, അവിടെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ സമയം പോയി. പിന്നെ അതാ ഓട്ടോ അപ്പം തന്നെ ഓട്ടോ വന്നു കേട്ടോ. ഒരു 7 മിനിറ്റ്സിനൊക്കെയുള്ളിൽ ഓട്ടോ വന്നു. ആ ഒരു സമയത്തുള്ള അഭ്യാസങ്ങളാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ കുറേ ഓർമ്മകളുള്ള വഴികളിലൂടെ ഇങ്ങനെ പോവുകയാണ്. പണ്ട് സ്കൂളിൽ നമ്മൾ പോയിരുന്ന സമയത്തും അതല്ലാതെയും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോഴുള്ള ഈ എറണാകുളത്തെ എല്ലാ വഴികളും, ഒരുമാതിരി എല്ലാ വഴികളും നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക പണ്ടെവിടെയോ മറന്നു വെച്ച് പോയ എന്തോ കണ്ടുമുട്ടിയ പോലൊരു ഫീലാണ് കേട്ടോ. കാരണം നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട്, പല കാര്യങ്ങൾക്കായിട്ട്, ജോലിക്കായിട്ടും പഠിത്തത്തിനായിട്ടും എല്ലായിടത്തും പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും സഞ്ചരിച്ചിരുന്ന വഴികളിലൂടെ ഒരു യാത്ര നമുക്കെപ്പോഴും ഒരു കുറേ നൊസ്റ്റാൾജിക് മെമ്മറീസ് ഉള്ള ഒരു യാത്രയായിരിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതൊക്കെ അമ്മ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കവറിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ എല്ലാം. പിന്നെ അത് വെച്ചിട്ട് പഴമാങ്ങ പുളിശ്ശേരി ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ പഴമാങ്ങ പുളിശ്ശേരി കഴിച്ചു. മടുക്കുന്ന പ്രശ്നമില്ലാത്ത കാരണം ഇതൊരു മടുപ്പായില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പുളിശ്ശേരിയൊക്കെ കഴിച്ചു. പുളിശ്ശേരി കൂട്ടി ചോറുണ്ടു. അങ്ങനെ കരിമീൻ കറി ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട്. അന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.